Hello. Welcome to market discussion of the day. Today, July 17, 2026. ഫ്രൈഡേ ആണ്, വീക്കെൻഡ് ആണ്. സോ വീക്കെൻഡ് മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത ആഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും, എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമ്മൾ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് വരുമ്പോൾ നമുക്കറിയാം, ഇന്നലെ നമുക്ക് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് ഉണ്ടായിരുന്നു അല്ലേ. സോ റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ആണ് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വന്നത്. വൈകുന്നേരം 6 മണിക്കാണ് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വന്നത്. സോ റീറ്റെയിൽ സെയിൽസ് പ്രീവിയസ് വന്നിട്ട് 1% ആയിരുന്നു. ഫോർകാസ്റ്റ് 0.2%. ഈ വട്ടം ന്യൂസ് വന്നപ്പോഴും 0.2% തന്നെ വന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഒന്നും മാർക്കറ്റിൽ എത്തിയിട്ടില്ലായിരുന്നു. മാർക്കറ്റ് ഒരു റേഞ്ച് വിട്ട് പോയിട്ടൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കി പോവാം. ഓക്കെ, സോ ഇന്നലെ ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഓക്കെ, സോ 4030-38 റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് വലിയൊരു മൂവ്മെൻ്റൊക്കെ ഉണ്ടാക്കി കേട്ടോ. അത്യാവശ്യം നല്ലൊരു മൂവ്മെൻ്റൊക്കെ ഉണ്ടാക്കി. 3974 വരെയൊക്കെ മാർക്കറ്റ് ഈ ഒരു ന്യൂസിന് ഇമ്പാക്റ്റ് ഉണ്ടാവുകയും പിന്നെ അവിടുന്ന് തിരിച്ചു കയറുകയും ചെയ്തു. കാരണം വലിയൊരു വ്യത്യാസം ഇല്ലല്ലോ നമ്മുടെ ഫോർകാസ്റ്റും ഇപ്പോൾ വന്ന ന്യൂസുമായിട്ട്. സോ അതുകൊണ്ടിട്ടാണ് വലിയൊരു ഇമ്പാക്റ്റ് ഇല്ലാതെ ആ ഒരു ന്യൂസ് കടന്നു പോയത് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമിൻ്റെ ന്യൂസും ഉണ്ടായിരുന്നു. സോ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമിൽ 208K ആൾക്കാരാണ് ജോലിയില്ല എന്ന് പറഞ്ഞിട്ട് ക്ലെയിമിന് പോയത്. സോ അത് ഫോർകാസ്റ്റിന് 216K ആൾക്കാർ പോകും എന്നാണ് ഫോർകാസ്റ്റ് വന്നത്. അപ്പം US ഡോളറിന് നല്ല ഒരു ന്യൂസാണ്. കുറച്ച് പേരെ ക്ലെയിമിന് പോയുള്ളൂ, കുറച്ച് പേരെ ജോലി നഷ്ടപ്പെട്ടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, സോ നമുക്ക് നേരെ നമ്മളുടെ അത് പൊളിറ്റിക്കൽ സൈഡിലുള്ള നമ്മളുടെ വാർത്തകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ വൺ ഓഫ് ദ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രസിഡന്റ് ട്രംപിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു രാത്രി 8:30 മണി ഇന്ത്യൻ ടൈമിങ് 8:30 മണിക്കൊക്കെ ശേഷം. ഓക്കെ, പുള്ളിക്കാരൻ കൂടുതലും ഫോക്കസ് ചെയ്തത് നമ്മുടെ വാറിനെ കുറിച്ചൊന്നുമല്ല, പക്ഷേ അടുത്ത മിഡ് ടേം ഇലക്ഷനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങളാണ് പുള്ളിക്കാരൻ സംസാരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ പുള്ളിക്കാരൻ വരുന്നത് മീഡിയയിൽ പ്രദർശിപ്പിക്കാതിരിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ടും ഇന്നലത്തെ ആ ഒരു പുള്ളിയുടെ ആ ഒരു സംസാരത്തിലുണ്ടായത് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ തന്നെ താരിഫ് ഓൾറെഡി ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിലൂടെ പോകുന്ന കപ്പലുകൾക്ക് 20% താരിഫാണ് പുള്ളിക്കാരൻ ഏർപ്പെടുത്തിയത്. സോ ആ 20% ഏർപ്പെടുത്തിയ താരിഫ് പുള്ളിക്കാരൻ അത് പിൻവലിക്കുകയുണ്ടായി 24 hours ബിക്കോസ് ഓഫ് ദ പ്രഷർ, ഇൻറ്റൻസ് പ്രഷറാണ് ഗൾഫ് റീജിയനിൽ നിന്ന്, ഗൾഫ് അലയൻസ് അവരുമായിട്ടുള്ള അലയൻസിൽ നിന്നുണ്ടായത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് എടുത്ത് മാറ്റിയത് തന്നെ വലിയൊരു കാര്യമായി. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക, അപ്പോൾ ബേസിക്കലി ഇതൊക്കെയാണ് ഇന്നലത്തെ ദിവസം നടന്നിട്ടുള്ള മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നീട് നമ്മളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാബൽ മന്ദാബ് എന്ന് പറഞ്ഞിട്ടൊരു ഓൾട്ടർനേറ്റ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിന് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളൊരു സീ റൂട്ടുണ്ട്. സോ അത് ഇറാനും യമനും ചേർന്ന് അത് ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളൊരു കാര്യം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങാനും ബ്ലോക്ക് ചെയ്താൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് 79 കിടക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് 120-125 പോകും. ഓക്കെ, സോ ഈ 120-165 റേഞ്ചിലോട്ടൊക്കെ ഈ സാധനം പോയാൽ ഉണ്ടല്ലോ, പിന്നെ അതൊരു എന്തായി തീരും എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിൽ, അതായത് അവിടെ നിന്ന് 125 എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഗോൾഡിനകത്തോട്ട് കൂടുതൽ പ്രഷർ വരും. കൂടുതൽ ആൾക്കാർ ഗോൾഡിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ഗോൾഡ് 5,000 ബ്രേക്ക് ചെയ്ത് 6,000 എത്താനുള്ള പോസിബിലിറ്റിയും വളരെ കൂടുതലാണ്. ഓക്കെ, സോ അങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പോവുക. സോ ഇതൊക്കെയാണ് എനിക്ക് നമ്മുടെ ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ടെക്നിക്കൽ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് പ്രത്യേകിച്ച് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളൊന്നുമില്ല. പക്ഷേ ഏത് നിമിഷവും നമ്മളുടെ ബോംബുകൾ പൊട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഫിസിക്കലായിട്ടുള്ള ബോംബുകളും സ്പീച്ച് ത്രൂ ഉള്ള ബോംബുകളും. ഓക്കെ, ട്രംപിൻ്റെ സ്പീച്ചൊക്കെ രാവിലെ ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്, വൈകുന്നേരം 6 മണിക്ക് ബിൽഡിംഗ് പെർമിറ്റ്സ്, ഹൗസ് സ്റ്റാർട്ട്സ്, അങ്ങനത്തുള്ള കുറച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കുറച്ച് ന്യൂസുകളാണ് ഇന്ന് വൈകുന്നേരം നമുക്ക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് നമ്മുടെ ടെക്നിക്കൽ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ JPY 162.423, 162.60 ടു 162.80 ഇടയ്ക്കുള്ള സെല്ല്. ഓക്കെ, സോ ഇത് നമ്മൾ ഇതേവരെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് 3 വട്ടം നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 വട്ടവും മോർ ദാൻ 200 പിപ്സിൻ്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് എടുത്ത് മാറാനും പറ്റിയിട്ടുണ്ടായിരുന്നു. വീണ്ടും ഞാൻ പറയുകയാണ് 162. അപ്പോൾ അത് എടുത്തിട്ടുള്ള ആൾക്കാർ, അത് എടുക്കാതെ മാറി നിന്നിട്ടുള്ള ആൾക്കാരുടെ കാര്യം എനിക്കറിയില്ല. ഈ 3 വട്ടം എടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, സോ ഈ 3 വട്ടം എടുത്തിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് റിസ്ക് എടുക്കാം. നിങ്ങൾ സ്റ്റോപ്പ് ലോസ് 163.30 മുകളിൽ വെച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് ഉണ്ടാക്കിയ പ്രോഫിറ്റിൻ്റെ ഒരു ട്രേഡിൻ്റെ ഒരു ചെറിയൊരു അംശം മാത്രമല്ലേ നിങ്ങളിവിടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കുന്നുള്ളൂ അല്ലേ. സോ നിങ്ങൾക്ക് വെക്കാം. ഓക്കെ, സോ അപ്പോൾ 162.40 162.80 ഇടയ്ക്ക് നമ്മൾ സെല്ലെടുത്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഞാൻ പറഞ്ഞെടുത്ത് വെക്കുക 163.20 മുകളിൽ സ്റ്റോപ്പ് ലോസ്. TP നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, 160 ബ്രേക്ക് ചെയ്യാത്തോളം കാലം 160 അവിടെ വീണ്ടും 122 എത്തും. ബ്രേക്ക് ചെയ്താൽ 155 മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ എനിക്ക് USD JPY നിങ്ങൾക്ക് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ള കാര്യം എന്താ അറിയോ, നിങ്ങൾ ചെറിയ ഇപ്പോൾ $100 അല്ലെങ്കിൽ $200 ഒന്നും വെച്ച് ട്രേഡ് ചെയ്യാതെ കുറച്ച് പൈസ കൂട്ടി. ഇതൊരു 35 വർഷത്തിലെ ഏറ്റവും ഹൈ പ്രൈസാണ്. ഓക്കെ, നല്ലൊരു പ്രൈസാണ്. അപ്പം സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കളയുന്നത് എന്തിനാ? ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ എടുക്കുകയല്ലേ വേണ്ട, ഗ്രാബ് ചെയ്യല്ലേ വേണ്ട ഈ ഓപ്പർച്യൂണിറ്റി. സോ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ കുറച്ചുകൂടെ ഫണ്ട് ആഡ് ചെയ്ത് ട്രേഡ് ചെയ്യും. ഓക്കെ, നിങ്ങൾ ഏത് ബ്രോക്കറിലാണ് യൂസ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ കുറച്ചുകൂടെ ഫണ്ട് ആഡ് ചെയ്ത് യൂസ് ചെയ്യും. ഓക്കെ, അതേപോലെ നിങ്ങൾ സ്റ്റാറിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് 20% ബോണസ് കിട്ടും. നിങ്ങൾ പുതിയതായിട്ടൊരു അക്കൗണ്ട് എടുക്കുന്ന ആരാണെങ്കിൽ $1,500 50%, ടോട്ടൽ ഡെപ്പോസിറ്റ് 20% ബോണസ് കിട്ടും. ഓക്കെ, സോ ഈ ഒരു ബോണസ് ഓപ്പർച്യൂണിറ്റിയൊക്കെ എത്ര കാലം ഉണ്ടാകും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ പറ്റുവാണെങ്കിൽ ഫണ്ട് ആഡ് ചെയ്ത് JPY കൂടുതൽ പൊസിഷൻസ് കൂട്ടൂ എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ അതേപോലെ തന്നെ നമുക്ക് നമ്മളുടെ GBP USD നോക്കാം. 1.34583 നിൽക്കുന്നു. നമ്മൾ മെനഞ്ഞാന്ന് ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞു 1.3350 അവിടെ നിന്നുള്ള ബൈ. ഓക്കെ, സോ അത് എടുത്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല പ്രോഫിറ്റ്, ഓൾമോസ്റ്റ് 200 പിപ്പിൻ്റെ പ്രോഫിറ്റാണ് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് GBP USD കൊണ്ട് തന്നിട്ടുള്ളത്. ഓക്കെ, സോ അത് മറക്കാൻ പാടില്ല. അതുകൊണ്ടിട്ട് തന്നെ ഇന്നലെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു GBP ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്നലെ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് അല്ലേ. സോ വീണ്ടും നമുക്ക് 1.3400 അവിടെ കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. തെറ്റില്ലാത്ത കാര്യമാണ് GBP USD. ഓക്കെ, സോ അതാണ് എനിക്ക് പറയാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ GBP USD. നമ്മൾ യൂറോ USD വരാം. 1.1435 നിൽക്കുന്നു. യൂറോ റിസ്ക്കിയാണ് ചെയ്യുന്നത്, പക്ഷേ ആ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ 1.1400 അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, നമുക്ക് നേരെ ഗോൾഡിലോട്ട് പോകാം. ഗോൾഡ് 3980 നിൽക്കുന്നു. സോ ബേസിക്കലി 3980 നല്ലൊരു സപ്പോർട്ട് സോണാണ്. 11:30 മണിക്ക്, ഇപ്പോൾ സമയം 10:57, 11:30 മണിക്കുള്ള ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും 3980 മുകളിലാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, 3965, 64 ആ റേഞ്ചിലോട്ടൊക്കെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടാം. TP നമുക്ക് 30 വരെയൊക്കെ എത്താൻ പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് എന്തായാലും ഒരു 4020-25 റേഞ്ചിൽ നമുക്ക് TP എടുത്ത് മാറുന്നത് കൊണ്ടിട്ടും തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഡെഫിനറ്റ്ലി നമ്മൾ കൂടുതൽ ആൾക്കാരിലോട്ട് വീഡിയോ എത്തിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ട ആൾക്കാർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ സിഗ്നൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് സിഗ്നൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അതിന് സ്റ്റാറിലൊരു അക്കൗണ്ട് മാത്രം മതി നിങ്ങൾക്ക് നമ്മുടെ IBയുടെ അണ്ടറിൽ. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ പുതിയൊരു ബോട്ട് നമ്മൾ അൽഗോ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ടും മെസ്സേജ് അയയ്ക്കുക. അതിൻ്റെ മീറ്റിംഗ് ഈ സൺഡേ നടക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആൻഡ് എടുത്ത് പറയാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മളുടെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പൈസ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ടു പ്രൊട്ടക്റ്റ് അവർ ക്യാപിറ്റൽ ആൻഡ് ദെൻ ബിൽഡ് അവർ വെൽത്ത്. താങ്ക് യു സോ മച്ച്.